ഇത്തരത്തിൽ സണ്ണിക്കുട്ടി എബ്രഹാം ചുരുക്കത്തിൽ കോൺഗ്രസ് നരസിംഹറാവുവിനെ അപമാനിച്ചിട്ടുണ്ട്, മൻമോഹൻ സിംഗിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓർഡിനൻസ് കയറി വലിച്ചെറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുൻപിൽ നിൽക്കുന്നു. മാത്രവുമല്ല വിയറ്റ്നാമിലേക്ക് പുതുവത്സരത്തിന് പോകുന്നു. ഇതൊക്കെയാണ് BJPയുടെ വാദം. മാത്രവുമല്ല മൻമോഹൻ സിംഗ് തന്നെ കൊണ്ടുവന്ന ഓർഡിനൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു കൊടുക്കാനുള്ള സമയതാമസം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് BJPയുടെ ന്യായം. അരുണേ, അരി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ദാസ് പയറഞ്ഞാഴി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചതിന് ഇതുവരെ അദ്ദേഹം ഒരു മറുപടി തന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു ഇത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ തീരുമാനമെടുത്തത്. ഇതൊരു ഓർഡിനൻസ് ആയിരുന്നില്ല, ക്യാബിനറ്റിന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനം അനുസരിച്ച് തന്നെയാണ് പിന്നീട് ശ്രീ വാജ്പേയി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഇവിടെ ഒരു സൗകര്യം കിട്ടിയത്. ട്രസ്റ്റ് രൂപവൽക്കരിച്ചോ ഈ മരിച്ച് അന്ന് ഈ 1-2 ദിവസം കൊണ്ട് ട്രസ്റ്റ് രൂപവൽക്കരിച്ചിട്ടാണോ നിങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് സ്ഥലം അനുവദിച്ചത്? മൻമോഹൻ സിംഗിന്റെ കാര്യം വരുമ്പോൾ മാത്രം. ഒരു നിമിഷം, ഞാൻ ആ ചോദ്യത്തിന് വളരെ സ്പെസിഫിക് ആയ ഒരു മറുപടി ഈ കൃഷ്ണദാസിൽ നിന്ന് തേടുകയാണ്. ഇവിടെയാണ് വിവേചനം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അഡ്വക്കേറ്റ് ഈ കൃഷ്ണദാസ് 2018 അടൽ ബിഹാരി വാജ്പേയി മരിക്കുമ്പോൾ ഓഗസ്റ്റ് 16-ാം തീയതി സംസ്കാര ചടങ്ങുകളും ഈ പറയുന്ന അന്ത്യകർമ്മങ്ങളും ഒക്കെ നടന്നത് ഇതേപോലെ ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിട്ടായിരുന്നു. അല്ല, വാജ്പേയി ഭരണമടഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് സംസ്കാര ചടങ്ങുകളും അതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ചെയ്തിരിക്കുന്നത്. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ആ കുടുംബത്തെ നേരിട്ട് ആഭ്യന്തരമന്ത്രി ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തും എന്നുള്ള രീതിയിൽ അവർക്ക് ഉറപ്പ് നൽകി. ഖാർഗെ കത്തെഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി അദ്ദേഹത്തിന് ഇത് കൃത്യമായിട്ട് ഇതിന് സ്ഥലം കണ്ടെത്തി അവിടെ മനോഹരമായ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ പേരിൽ പണി ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ടും ഈ ഉറപ്പുകളൊക്കെ എല്ലാം നൽകിയിട്ടും ഇത് അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കിയതാണ്. ഈ വിവാദം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ എവിടെയെന്നാണ് അരുൺ ചോദിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരും കാണുന്നില്ല. ഈ വിവാദം ഉണ്ടാക്കിയ ആൾ അദ്ദേഹം എവിടെ? അദ്ദേഹം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി സ്ഥലം വിട്ടില്ലേ? പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. സ്ഥലം വിട്ടു, തിരിച്ചു വരാം. Debate with Dr. Arun Kumar.